തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമമായ പൊഴിയൂറാണ് ഞങ്ങളുടെ നാട്. തീരശോഷണം മൂലം ഞങ്ങളുടെ നാട് ഇന്ന് പ്രതിസന്ധിയിലാണ്. അത് ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു. ഒരുപാട് വീടുകൾ നഷ്ടമായി. വീട്ടുകാർക്ക് ജോലിയില്ലാതെയായി. തീരമുണ്ടായിരുന്ന കാലം ഇന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ മാത്രമുള്ളതാണ്. ഈ പ്രതിസന്ധികളിലും ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്കുമുണ്ട് ഒരുപാട് സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും. എൻ്റെ പേര് അലൻ. ഞാൻ പൊഴിയൂർ കൊല്ലങ്കോട് എന്ന തീരദേശ ഗ്രാമത്തിൽ നിന്നാണ്. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ പൊഴിയൂർ കൊല്ലങ്കോടിലാണ്. എൻ്റെ പേര് ഷിൻഡോ ജസ്റ്റിൻ. ഞാൻ പൊഴിയൂർ തീരദേശത്ത് നിന്നാണ്. ഞാൻ മേരി മരിരാജ്. എൻ്റെ സ്ഥലം പൊഴിയൂരാണ്. എൻ്റെ പേര് ഷാഹുൽ. ഞാൻ ഇവിടെ പരുത്തിയൂരിൽ നിന്നാണ്. എൻ്റെ പേര് സാധന. എൻ്റെ സ്ഥലം പൊഴിയൂർ. എൻ്റെ പേര് ബിജോൻ. ഞാൻ പരുത്തിയൂരിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പേര് ബർച്ചില ജോർജ്. ഞാൻ ലിയോ തേട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുവോളയാണ് പഠിക്കുന്നത്. കൊല്ലങ്കോട് പരുത്തിയൂർ ചേർന്നാണ് പൊഴിയൂർ എന്നാണ്. ചെറുതിൽ ഞങ്ങൾ കടപ്പുറം ഇപ്പൊ കാണുന്ന കടപ്പുറം പോലെയല്ല. കാല് ഇത്തിരി നനയ്ക്കണമെന്ന് പറഞ്ഞാൽ നല്ല അടക്കണം. ഇവിടുത്തെ പൊഴിയൂർ കുറെ നശിച്ചാണ് കിടക്കുന്നത്. തീരദേശം നശിച്ച് അതിനൊക്കെ നശിച്ചാണ് കിടക്കുന്നത്. തീരദേശം ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെയുള്ള വീടുകളൊക്കെ മുകളിലോട്ട് പോകാന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് കടൽക്ഷോഭം എടുത്താണ് ഈ പൊഴിയൂർ സ്കൂളിലോട്ട് നമ്മളെ മാറ്റിയത്. ഇത് ക്യാമ്പിലേക്ക് നമ്മൾ അതിനുശേഷം ഇവിടെയാണ് മൊത്തം. ആദ്യം ഞങ്ങൾക്ക് ഈ കടപ്പുറത്ത് കളിച്ച് നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കളിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയാണ് ഇവിടെ. പണ്ട കടപ്പുറത്തോ ഇപ്പൊ വന്നിട്ട് കടപ്പുറം ഇല്ല. പിന്നെ മെമ്മറീസ് എല്ലാം പോയി. കൊച്ചു പ്രായത്ത് കളിക്കുന്നതും കടലിൽ കുളിക്കുന്നതും വീട്ടുകാർ പിടിക്കുന്നതും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴേ 10ല് ഞങ്ങളെ കൂടെ പഠിച്ച് 2-3 പിള്ളേര് കടൽ പണിക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ എക്സാമിന് പോലും SSLC എക്സാമിന് പോലും വരാതെ കടലിൽ പണിക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ പോലും കടൽ പണിക്ക് പോകുന്നവർക്ക് നല്ല വരുമാനമില്ല. ഇപ്പോഴേ ഇങ്ങനെ പോയാൽ അടുത്ത ജനറേഷനിൽ ഇതും കിട്ടൂല. പിന്നെ കടലിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പുല്ലുള്ള പള്ളം, പുതിയതൊരു ആ പ്രദേശങ്ങളൊക്കെ കുറച്ചെങ്കിലും തീരദേശം ഉണ്ട്. പൂവാർ വരെ ഇവിടെയാണ് തീരദേശം ഒട്ടും ഇല്ലാത്തത്. ഇപ്പൊ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ റോഡൊക്കെ പകുതിയൊക്കെ പോയി. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നീരോടി ഭാഗത്തിട്ടപ്പോഴാണ് ഇവിടെ ഇത് പോയത്. നീരോടിയിൽ പുളിമുട്ടിട്ട് അവിടെ ഇട്ട് ഇവിടത്തെ കടപ്പുറം പോയി. അങ്ങോട്ട് നോക്കുമ്പോ നിറയെ തീരപ്രദേശമുണ്ട്. കാരണം പുലിമുട്ടൊക്കെ ഇടുന്നോണ്ട് അവർക്ക് തീരം വരുന്നു, ഞങ്ങൾക്ക് തീരം പോകുന്നു. ഗ്രൗണ്ട് പണി നടന്നിട്ടിരുന്നു. ആ ടൈം കളിക്കാൻ സ്ഥലമില്ലാതെയായിരുന്നു ഞങ്ങൾ നടന്നത്. ഈ ഷെഡെല്ലാം വീണ് ആ പാർക്ക് ഉണ്ടാക്കിയ ആ ടൈം തന്നെ പാർക്കിന്റെ പണി കഴിഞ്ഞു. ഭൂരിപക്ഷ ആൾക്കാർ ഇവിടെ നിന്ന് മാറി മുകളിൽ പോകണമെന്നാണ് അവരുടെ താല്പര്യം. പക്ഷെ സാമ്പത്തികമായി അവർക്ക് അവർ ഡൗൺ ആയതുകൊണ്ടും പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്നുള്ള താല്പര്യം മുകളിൽ പോകണമെന്നായി ആണ്. ഇവിടെ തീരപ്രദേശം ഉള്ളപ്പം ഇവിടെ നിന്ന് ആൾക്കാർ ഇവിടെ പണിക്ക് പോകും. മീൻസ് ഇവിടെ നിന്ന് വെള്ളം ഇറക്കി ഇവിടെ നിന്ന് പോയി മീൻസ് അന്നെന്നുള്ളത് അന്നായിരുന്നു. പക്ഷെ ഇപ്പൊ തീരം പോകുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ളവർക്ക് മീൻസ് അങ്ങോട്ട് നീണ്ടകര അങ്ങോട്ട് പോകുന്നത് കൊണ്ട് മീൻസ് നിറയെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആയിരുന്നപ്പോൾ അടുത്ത് പോയിട്ട് വരാം. തീരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തന്നെ അവര് മീൻസ് പണിയെടുത്ത് അവർക്ക് അന്നുള്ള ആഹാരം അവരൊരു വീട്ടിന് കൊടുക്കായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഒരാഴ്ച വരുന്നത് വരെ അവരെ വീട്ടിലുള്ളവർക്കും കാശില്ലാതെ കഷ്ടപ്പെടും. ആദ്യമാണെങ്കിൽ പള്ളിൻ്റെ അത് കഴിഞ്ഞിട്ട് തീരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പാവലയായിരുന്നാലും ഇവിടെ 7ഓളം കരമടിയുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും പണി ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ തട്ടുമടി അവരിപ്പോൾ ഇവിടെ കടപ്പുറം ഇല്ല, തീരം ഇല്ലാത്തത് കൊണ്ട് അവരിപ്പോൾ വിഴിഞ്ഞത്തും പട്ടണത്തും അവിടെയൊക്കെയാണ് പണിക്ക് പോകുന്നത്. അപ്പം അവിടെ പോകുമ്പോൾ അവർക്ക് നിറയെ പ്രശ്നങ്ങളുണ്ട്. അവർ പണിക്ക് പോകാൻ വിടാതെ തടയുന്നുണ്ട്. മീൻ വിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ സാഹചര്യമുണ്ട്. ഇത് പോയതിനു ശേഷം ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഈ കടപ്പണി ഇല്ലാത്തതുകൊണ്ട് ഗൾഫിൽ അങ്ങ് വേറെ ജോലിക്കൊക്കെ പോകാൻ ഇതാകുമ്പോൾ ഞങ്ങളുടെ അങ്ങനത്തെ ഞങ്ങളുടെ
പരമായിട്ടുള്ള ജോലിയാണ് കടൽ ഇതെന്ന് പറഞ്ഞത്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പോകും, ഞങ്ങളുടെ അപ്പാപ്പന് അവരൊക്കെ കടൽപ്പണിയിലോട്ട് ആയ ആൾക്കാരാണ്. ഞങ്ങൾ അല്ലിച്ച് അങ്ങനെയൊക്കെ കടൽപ്പണിയിലോട്ട് പോയ ആൾക്കാരാണ്. അവർക്ക് ഈ കടൽ പോയതിനു ശേഷം അങ്ങോട്ടൊക്കെ പോകണം, അങ്ങ് ദുബായ്, അങ്ങ് ഗൾഫിലൊക്കെ പോയി മറ്റു രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കുകയാണെങ്കിൽ. ഇപ്പം ഇവിടുത്തെ കടൽ തീരം പോകുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് പണി കുറയും. പണി കുറയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് കഷ്ടത അനുഭവപ്പെടും. പിന്നെ പൈസ കാണത്തില്ല ഒന്നിനും. പിന്നെ അവർ വേറെ വല്ല ജോലിക്ക് വേണ്ടി പുതുതായിട്ട് പഠിക്കേണ്ടി. ഇതെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കുറച്ചൊക്കെ അറിഞ്ഞറിഞ്ഞ് പണിയൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പം ഈ കടൽ തീരം പോയാൽ പിന്നെ ആ പണിയും പോയി, എല്ലാം പോയി. കടലിൽ മത്സ്യമില്ല, കടൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലാസ്റ്റിക് ആണ് മുഴുവൻ. അതുകൊണ്ട് അവർക്കായ പൈസ ലഭിക്കാത്തതുകൊണ്ട് അവര് ഓക്കെ അല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ അച്ഛൻ ഓക്കെ അല്ല. എൻ്റെ അച്ഛൻ ഗൾഫിൽ പോയാണ്. ഇപ്പൊ ഇവിടെ ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഗൾഫിൽ പോയത്. ഈ ക്യാമ്പിൽ ഈ കടൽക്ഷോഭം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാൻ അത്രയായിട്ട് പറ്റത്തില്ല. ഇത് ലൈറ്റൊക്കെ ഒന്നും ഇല്ലായിരുന്നു ആദ്യം, റോഡിലാണ് ഇട്ട് തന്നത്. ഇത് ബെഞ്ചില്ല, ഒന്നുമില്ല. ഇപ്പം നമുക്ക് അവിടെ തറയിലിരുന്നാണ് എഴുതേണ്ടതെല്ലാം. നമുക്ക് നടുവേല വേദനയൊക്കെ എടുക്കും അങ്ങനെ ഇരുന്ന് എഴുതുമെങ്കിൽ. പിന്നെ ഇവിടെ പാമ്പൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിടന്നുറങ്ങാനായിട്ട് പേടി. നമുക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം 5 സ്റ്റുഡൻസ് എന്തോ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ കുറച്ച് പേര് മാറി. ഇപ്പോൾ ഇവിടെ 3 പേരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കളി എന്ന് പറഞ്ഞിട്ട് നിറയെ പിള്ളേർ പോകുന്നുണ്ട്. പിന്നെ ഒരു 100-ൽ 10 പിള്ളേരെങ്കിലും 10 കഴിഞ്ഞിട്ടും +2 കഴിഞ്ഞിട്ടും കടൽ പണിയിലോട്ട് തിരിയുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ പഠിത്തത്തിലോട്ട് മോശമായിട്ടും അങ്ങനെയൊക്കെ തിരിയുന്ന പിള്ളേരുണ്ട്. സാമ്പത്തികമായിട്ട് വീട്ടിൽ ബുദ്ധിമുട്ടുമുണ്ട്. എന്നാലും നമ്മുടെ ചിലവിന് വീട്ടുകാരെ ആശ്രയിക്കണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് ചെറുതായിട്ട് ഈ കമ്പാവലയ്ക്കും അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി. ഇപ്പോൾ ഉൾക്കടലിലും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഉൾക്കടലിൽ പോകാൻ തുടങ്ങിയത്. ലീവുള്ള ദിവസങ്ങളിൽ പോകാറുണ്ട്. കടലിൽ കമ്പ വലിക്കാൻ പോകും. ഞാൻ പോയി തുടങ്ങിയത് ഇപ്പം ഈ ഇടയ്ക്കാണ്. ഇപ്പം മീൻ കൂടുതലാണെങ്കിൽ പൈസ കൂടുതൽ കിട്ടും, മീൻ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ കിട്ടും. ചില പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില പിള്ളേർ കടലിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇപ്പോഴേ 10ൽ ഞങ്ങളെ കൂടെ പഠിച്ച് 2-3 പിള്ളേർ കടൽ പണിക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമിന് പോലും SSLC എക്സാമിന് പോലും വരാതെ കടലിൽ പണിക്ക് പോയിട്ടുണ്ട്. മാക്സിമം ഇവിടുത്തെ എല്ലാ ഫാമിലിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ലോണ്, കടം, പിന്നെ പിള്ളേരുടെ പഠിത്തത്തിന്റെ ആവശ്യങ്ങൾ, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും എല്ലാ പിള്ളേരും, എനിക്കറിയാനുള്ള എൻ്റെ മാക്സിമം കൂട്ടുകാരന്മാർ ഇവിടെ നീരോടി ആയിരുന്നാലും കൊല്ലംകോട് ആയിരുന്നാലും അവിടെ പഠിത്തം ഞങ്ങളുടെ നാട്ടിലായിരുന്നാലും കുറെ ആൺപിള്ളേർ ഇപ്പൊ കടലിൽ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ജോബ് എടുത്തെന്ന് വെച്ചാൽ ഇൻകം നമുക്ക് എല്ലാ മാസവും ഒരേപോലെ കിട്ടും. പക്ഷെ കടൽ പണിക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഓരോ വട്ടവും ഓരോരോ തുകയാണ് കിട്ടുന്നത്. നമുക്ക് അത് എപ്പോഴും ഈക്വലായിട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ അവർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തരും, ഇല്ലെങ്കിൽ പറയും മോളെ നമുക്ക് ഇങ്ങനെയാണ് ഇന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കും. ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ സാമ്പത്തികമായി നന്നായിട്ട് ഡൗൺ ആണ്. അതുകൊണ്ട് മക്കളുടെ ലൈഫും അങ്ങനെ മീൻസ് ബോയ്സ് മത്സ്യത്തൊഴിലാളികളാകാതിരിക്കാൻ അവർ കടം വാങ്ങിച്ച് വേണമെങ്കിലും മക്കളെ പഠിപ്പിക്കാനുള്ള നിലയിലാണ്. എൻ്റെ അച്ഛൻ എൻ്റെ ചേട്ടന്മാരെ ഈ മത്സ്യത്തൊഴിലാളികളാകെ ഒട്ടും യോജിപ്പില്ലാതെ എൻ്റെ അച്ഛൻ നന്നായി കടമെടുത്താണ് എൻ്റെ ചേട്ടന്മാരെ പഠിപ്പിക്കുന്നതും എന്നെയും. അത് എൻ്റെ അറിവിൽ എല്ലാ ഫാമിലിയിലും അവരുടെ ലൈഫും പാഴാകാതിരിക്കാൻ കടമെടുത്താണ് മക്കളെ പഠിപ്പിക്കുന്നു. ഞാൻ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ കടലിലോട്ട് വീട്ടിലെ ഇഷ്ടമില്ല. മനസ്സിലായി, അവര് ഇതുപോലെ കഷ്ടത അനുഭവിച്ചിട്ടാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഇഷ്ടമില്ല. അപ്പൊ ഞങ്ങളായിട്ട് ഇങ്ങനെ പോയാൽ ഞങ്ങളെ ജനറേഷനും കൂടെ അങ്ങനെ ആവുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വിടത്തില്ല. കടൽ പണി എന്ന് പറഞ്ഞാൽ ലക്കിനാണ്. ഭാഗ്യം മീൻ കിട്ടിയാൽ പൈസ ഉണ്ട്, മീൻ കിട്ടിയില്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കടലിനെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഇനിയും ഇതിനോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കടൽ ഇത്ര നന്നായിട്ട് കിടക്കുമെന്നേ അറിയത്തില്ല. ഇപ്പൊ വേസ്റ്റ് ഒക്കെ കാരണം കടൽ ഭയങ്കര പൊല്യൂട്ടായിക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് മീനൊക്കെ ഇനി കിട്ടുമോന്ന് അറിയത്തില്ല. അപ്പൊ ഇനിയും കടലിൽ പണിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയും ഇവിടെ ഈ കടലിനെ ആശ്രയിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയും വേറെ ജോലി അന്വേഷിച്ച് പഠിച്ച് വേറെ സ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇനി ഈ കടലിനെ ആശ്രയിച്ച് ഇനിയുള്ള വർഷങ്ങളിൽ ജീവിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. കടലിൽ പണിക്ക് പോയാ ഉറപ്പായിട്ടും പറയുന്ന അവർ രക്ഷപ്പെടൂല. കാരണം ഞങ്ങളെ വീട്ടിൽ ഉൾപ്പെടെ
അന്നുള്ള ആഹാരം പോലും ഡൗട്ടാണ്. കടലിനെ തന്നെ അവർ നശിപ്പിക്കുന്നു. നമ്മൾ കുറെ കൊണ്ട് വേസ്റ്റ് എറിയുന്നു, എന്തൊക്കെ ചെയ്യുന്നു. കടലിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന കടല് നമുക്ക് നല്ലൊരു കടലിൽ നിന്ന് നല്ലൊരു ഇത് കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അടുത്ത ജനറേഷനിൽ ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കടലിനെ ആശ്രയിക്കാതെ മര്യാദയ്ക്ക് ഒരു ജോലി എടുത്തോണ്ട് പോയാ അത് കൊള്ളാം. ഞാൻ +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് GP റേറ്റിംഗ് 6 മന്ത് മെർച്ചന്റ് നേവി കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഈ കടൽപ്പണി എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയാണ് ഇവിടെ ആൾക്കാർ കാണുന്നത്. പക്ഷേ കടൽപ്പണി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൗഡാണ് കടലിൽ പണിക്ക് പോകുന്നത്. പിന്നെ ആൾക്കാർ കാണുന്ന റെസ്പെക്റ്റ് ഇല്ല. പിന്നെ ഒരു കടൽക്ഷോഭം വരുമ്പോഴും വരുമാന മാർഗം ഇല്ലാതാവും. എപ്പോഴും മീൻ കിട്ടണമെന്ന് ഇല്ല. ഒരു സാഹചര്യത്തിൽ മീൻ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അങ്ങനെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഫീൽഡിലോട്ട് ഞാൻ തിരിഞ്ഞു. ഇത് എൻ്റെ പപ്പയൊക്കെ കഷ്ടപ്പെടുന്നതുകൊണ്ട് അതെനിക്ക് മനസ്സിലാവും, അവരുടെ കഷ്ടപ്പാടും എല്ലാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരെയൊക്കെ ഒരു ഇതിലാക്കണം, ഒരു വീടൊക്കെ വച്ചു കൊടുക്കണം. അങ്ങനത്തെ ഇതിലാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്നതെല്ലാം. അല്ലെങ്കിൽ എനിക്കും പോകാമായിരുന്നു കടലില്. ചില പിള്ളേരുണ്ട്, അതായത് പഠിക്കാൻ നല്ല കഴിവുണ്ടായിട്ട് അവർക്ക്, അതായത് കുടുംബം ദാരിദ്ര്യത്തിലാണ്, പഠിക്കാൻ വേണ്ടി പൈസ ഇല്ല, അങ്ങനത്തെ ഒരു കുടുംബം നോക്കാൻ വേണ്ടി കടലിൽ പോകും. അപ്പൊ കടൽ മാത്രമേ ഈ തുറയിലുള്ള പിള്ളേരെന്ന് പറഞ്ഞ ജോലി എന്ന് പറഞ്ഞാൽ അവർ കടൽപ്പണി. അവർ കടലിൽ തന്നെ പോകും. ഇതുപോലെ ഇങ്ങനെ പ്രശ്നമൊക്കെ വന്നാൽ, വീട്ടിൽ ഒരു ഇത് വന്നാൽ അവർ കടലിൽ തന്നെ പോകും, കടലിൽ തന്നെ ആശ്രയിക്കും. ഈ കടപ്പുറം പോയി നിന്ന് അവരെന്തൊരു ചെയ്യും? അവരുടെ കുടുംബം അവരെങ്ങനെ കുടുംബം നോക്കും? ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പഠിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ഇവിടെ അമ്മമാർക്ക് പഠിക്കാനാണ് പറയുന്നത്. പക്ഷെ അവര് വന്നിട്ട് കടൽ പണിക്ക് പോകും, പറയുന്നത് കേൾക്കാതെ. ചില ആൺകുട്ടികളാണ് കടൽ പണിക്ക് പോണത്. ബാക്കി ഇവിടുത്തെ ഒട്ടുമിക്ക ഗേൾസും പഠിക്കുക തന്നെ ചെയ്യുന്നു. ഇവിടുത്തെ മുഴുവൻ ബോയ്സ് എൻ്റെ അറിവില് ഗൾഫിൽ പോയി അവർക്ക് ജോലി നേടി ഇവിടത്തെ UK പോയി സെറ്റിൽ ആകുന്ന അങ്ങനത്തെ ഇത് ട്രെൻഡ് ഇവിടെ വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒരേ ഇത് തന്നെ. ബോയ്സും ഗേൾസും ഒരേ പ്രയോറിറ്റിയാണ് അവർ കൊടുക്കുന്നത്. മാതാപിതാക്കളായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്നിട്ട് പഠിത്തത്തിന്റെ കാര്യം, എഡ്യൂക്കേഷൻ ആയാലും അവർ സെയിം ഇത് തന്നെയാണ് കൊടുക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ആദ്യം ഓക്കെ അല്ലായിരുന്നു. ആദ്യം ഫുട്ബോൾ ഗേൾസ് പോകുമ്പോൾ ഇവള് ഗേൾസ് ഒരു പെൺകുട്ടി കളിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മീൻസ് ഡൗൺ ആക്കി സംസാരിക്കും. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഗേൾസ് ഇപ്പം ആര് പറയുന്നത് കേൾക്കാതെ ഈ കാതിലൂടെ കളയുന്നത് കൊണ്ട് ഇപ്പൊ ആൾക്കാര് സമൂഹം ഇപ്പൊ ഒന്നും സംസാരിക്കാൻ വരുന്നില്ല. ഞങ്ങൾ വേറെ നാട്ടിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ നാട്ടിൽ പെൺപിള്ളേർക്ക് ഫുട്ബോളിന്റെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കുറെ പെണ്ണുങ്ങള് നാഷണൽ ടീമിൽ, ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ച പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ സ്റ്റേറ്റിൽ പാടാൻ പോകുന്നു, അതൊരു പേരാണ്. ആൾക്കാർ മുമ്പ് വാല്യൂ ആയിട്ട് സംസാരിക്കാം. അതൊക്കെ ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാര് ഇതിന് ആർട്സിന് സ്പോർട്സിന് സപ്പോർട്ടാണ്. ഇവിടെ മീൻസ് എല്ലാത്തിനും വിടും. ഗേൾസിന് കളിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് ടാലന്റ് ഉണ്ടെന്ന് അവർ വീട്ടുകാരെ അറിഞ്ഞ് വിടുന്നവരുണ്ട്. മീൻസ് ചിലവര് അവര് കളിക്കാൻ പോയി മീൻസ് എവിടെയെങ്കിലും സ്റ്റേറ്റിലോ എവിടെയെങ്കിലും സെലക്ഷൻ കിട്ടിയാൽ അവരതിനെ സപ്പോർട്ട് ചെയ്യും. ചിലർ പറയും നീ പെണ്ണല്ലേ, നീ പോകണ്ട. ഇവിടെ രണ്ട് പക്ഷത്തുള്ളവരും ഉണ്ട്, വിടുന്നവരുമുണ്ട് വിടാത്തവരുമുണ്ട്. ഗേൾസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. 21 വയസ്സാകുമ്പോൾ കെട്ടിച്ച് വിടുന്നവരുണ്ട്. ഇല്ലാത്തവർ പറയും മോളെ പഠിച്ച് ജോലി എടുത്തിട്ട് നിന്റെ ലൈഫ് നീ നോക്കെന്ന് പറയുന്നവരുമുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാവരും ഒരു പക്ഷത്തല്ല, എല്ലാവരും ഡിഫറെന്റ് മൈൻഡഡ് ആണ്. 100%-ൽ 99% ഇവിടെ എല്ലാവരും പഠിക്കാനായിട്ട് അനുവദിക്കും സ്ത്രീകളെ. കുറച്ച് 1% എന്തോ ആണ് ഇവിടെ അങ്ങനെ സ്ത്രീകൾക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. എൻ്റെ സീനിയേഴ്സ് +2 പഠിക്കുന്ന കുറെ പെൺപിള്ളേർക്ക് കല്യാണം യോജിച്ചിട്ടിട്ടുണ്ട്. മീൻസ് നെക്സ്റ്റ് ഇയർ മാരേജ് ഫിക്സ് ആക്കി. ഇവിടെ എന്ത് നോക്കിയാലും സ്ത്രീധനം തന്നെ. സ്ത്രീധനമില്ലാത്തൊരു കല്യാണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ശ്രീധനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല. ശ്രീധനം എന്നത് ഇവിടെ ഒരു പാരമ്പര്യമാണ്. ശ്രീധനം കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു വാല്യൂ കിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ആൾക്കാരുടെ അവരുടെ സൈഡ് അങ്ങനെയാണ്. ഞങ്ങളുടെ ജനറേഷനിൽ ഈ ശ്രീധനം എന്നൊരു സാധനം ഇല്ലെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ ജനറേഷനിൽ ശ്രീധനം എന്നത് അത്ര അതല്ല. ഇവിടുത്തെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ശ്രീധനം ആവശ്യമല്ല. മീൻസ് അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും
ഫാമിലീസ് ഓൾറെഡി നിശ്ചയിച്ച് വച്ചിട്ട് സ്ത്രീധനം അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീധനം കൊടുത്താൽ തന്നെ അവർ ആ വീട്ടിൽ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീധനം കൊടുക്കുന്നത്. 80% ആൾക്കാരും കടം എടുത്ത് മക്കളെ കുറച്ചും കൂടെ ഈ നാട്ടിൽ വാല്യൂ ലഭിക്കാൻ വേണ്ടിയാണ് കടമെടുത്ത് മക്കളെ കെട്ടിച്ച് വിടുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീധനമൊക്കെ എന്തിനാണ്? ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിന്ന് പോണത്. സമയത്തിന് ബസ് കിട്ടത്തില്ല, ചില ദിവസങ്ങളിൽ ലേറ്റ് ആവും. എന്നിട്ട് ക്ലാസ്സിലേക്ക് പോയാൽ അവിടെ നിന്ന് കയറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരില്ലെങ്കിൽ ലേറ്റായിട്ട് പോകും. ഫസ്റ്റ് ആണെങ്കിൽ അങ്ങ് ഇവിടെ എല്ലാം ബസ് വരും. ഇപ്പോഴാണ് ഇവിടെ ഒന്നും വരാത്തത്. ആ പരുത്തൂർ അവിടെ മാത്രം വരും. അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊന്നും ബസ് വരാറില്ല. അപ്പോൾ ഇച്ചിരി ഇവിടെ ബസ് വന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കയറാം. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് പൂവാർ പോയിട്ടാണ് ബസ് കയറുന്നത്. പൂവാർ, ഉച്ചക്കട, പൊഴിയൂർ അവിടെ നിന്നൊക്കെയാണ് കയറി പോകുന്നത്. ചില സമയം ബസ് ലേറ്റ് ആവും, അതുകൊണ്ട് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവും. അവിടെ നിന്ന് വഴക്ക് കിട്ടും. അവരുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞാൽ അവർ മനസ്സിലാക്കത്തില്ല. ബസ് ലേറ്റായെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെ വഴക്ക് കുറേ തന്നെ ചെയ്യും. ബസ് ഇച്ചിരി നേരത്തെ വരുന്നത് നല്ലതാണ്. വീട്ടിലെത്തുമ്പോഴും നല്ല ടൈം ലേറ്റ് ആവും. പഠിക്കാനുള്ള ടൈമൊക്കെ കിട്ടത്തില്ല. നല്ല ടയർഡായിരിക്കും, ഉറക്കം വരും. അങ്ങനത്തെ ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് നിറയെ ദിവസം ബസ് കിട്ടാതെയൊക്കെ നിന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ കോളേജ് ആയിരുന്നാലും സ്കൂളായിരുന്നാലും ഏകദേശം 7 കിലോമീറ്റർ 8 കിലോമീറ്റർ 5 കിലോമീറ്റർ മുകളിൽ പോകണം. ഇവിടെ റോഡില്ലാത്തത് കൊണ്ട് ചുറ്റിയാണ് പോകുന്നത്. പൂവാറായിരുന്നാലും അരിമാനൂറായിരുന്നാലും ചുറ്റിയാണ് പോകേണ്ടത്. പണ്ടെങ്കിൽ അങ്ങനെയല്ല, ഫുള്ള് കടപ്പുറം അങ്ങനെ നീണ്ടു നിറഞ്ഞിട്ട്. ഞങ്ങളെ ക്രിസ്മസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രാത്രി 24-ാം തീയതി രാത്രി കുർബാനയെ കണ്ട് അങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും വരുത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ 24-ാം തീയതി രാത്രി കുർബാന കണ്ട് പിറ്റേ ദിവസം രാവിലെ കടപ്പുറത്ത് കടലിൽ കുളിക്കാൻ പൊഴിക്കര DJ അതൊക്കെ ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് കടലിൽ കുളിക്കുന്നത്. പിന്നെ രാത്രിയാകുമ്പോൾ ഓരോ ഫാമിലി ആയിട്ട് റൗണ്ട് ആയിട്ടിരുന്നിട്ട് ഫുഡ് ഒരുമിച്ച് കഴിക്കുന്നത്. മാക്സിമം ഒരു 7 years ആവും കടൽ പോയിട്ട്. 7-8 ആവും എന്നാണ് തോന്നുന്നത്. നശിച്ചപ്പോൾ മീൻസ് അത് ഒരു ഓർമ്മയാണ്. നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിട്ടിരുന്ന് സംസാരിക്കാറുണ്ട്. നമ്മൾ കടപ്പുറത്തിരുന്ന് സംസാരിച്ചില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷെ ഇപ്പൊ എല്ലാം പോയി. കളിക്കാൻ പോകാൻ വേണ്ടി ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ആയാലും കളിക്കാൻ പോകുമ്പോൾ ഒരു മഴ പെയ്താൽ പിന്നെ കളിക്കാൻ ഗ്രൗണ്ട് നനയും, പിന്നെ കളിക്കാൻ പറ്റത്തില്ല. പിന്നെ നേരെ പോകുന്നത് കടപ്പുറത്തായിരിക്കും. പണ്ടൊക്കെ കടപ്പുറത്ത് പോയി, ഇപ്പോൾ വന്നിട്ട് കടപ്പുറം ഇല്ല. കടപ്പുറത്ത് കളിക്കാനുള്ള ഇത് പോയി. പിന്നെ മെമ്മറീസ് എല്ലാം പോയി. കൊച്ചു പ്രായത്ത് കളിക്കുന്നതും കടലിൽ കുളിക്കുന്നതും വീട്ടുകാർ പിടിക്കുന്നതും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കരമഴി കളിക്കാൻ പോകുന്നതും കുറേ കാര്യങ്ങളുണ്ട്. പള്ളി സമയത്ത് ഞങ്ങൾ ദുഃഖവെള്ളി വെച്ച് ഞങ്ങൾ ആഘോഷിക്കും. ആ സമയം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് കടപ്പുറത്ത് വരികയും ഞങ്ങളെല്ലാവരും, അതായത് ഈ നാട്ടിലുള്ള എല്ലാവരുമായിട്ട് കടപ്പുറത്ത് വരികയും. നോക്കി അറിയാം, അത് നല്ല മിസ് ചെയ്യും. നിങ്ങൾ അങ്ങനത്തെ ഒരു വൈബായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കണ, ഇങ്ങനെ ഒരുമിച്ച് കാണാനൊക്കെ പറ്റുന്ന, അതുപോലെ വർഷത്തിലൊരിക്കാനും പറ്റും. അങ്ങനെ കടപ്പുറമൊക്കെ പോയപ്പം അതും പോയി. നമുക്ക് പുറത്തു പോകണമെന്നാണ് ആഗ്രഹം. ഇവിടെ നിന്നാലും എങ്ങനെയായിരുന്നാലും പിന്നെ പഴയതുപോലെ ആകും കടലെല്ലാം. നമുക്ക് പുറത്തു പോയ ഒരു ജോലിയിലൊക്കെ പോകണം, അതാണ്. പിന്നെ ഗവൺമെന്റ് ഒന്നും ഇതിൽ വരത്തില്ല. അത് ഈ വോട്ടിന് വേണ്ടി ചിലപ്പോൾ വന്നാലും വരും, അതിനുശേഷം പിന്നെ വരത്തില്ല. നമ്മളൊക്കെ എല്ലാവരും അവർ മറന്നു കളയും. എൻ്റെ ഭാവി ഇവിടെ ഇരുന്നിട്ട് മീൻസ് ഇവിടത്തെ എല്ലാവരും എന്ന് പറയുമ്പോൾ 19-20 വയസ്സിൽ കല്യാണം കെട്ടി വിടും. പക്ഷെ എനിക്ക് അങ്ങനെ ആഗ്രഹമല്ല. എനിക്ക് പഠിച്ചൊരു ജോലി എടുക്കണം. എനിക്കാവാൻ പ്രൊഫസർ ആകാനാണ് താല്പര്യം. അപ്പം ഞങ്ങൾ പപ്പയടുത്ത് ഞാൻ പപ്പ പറഞ്ഞു, മോളെ നീ ഇതൊന്നും നോക്കണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് പഠിച്ച് നീ വലുതാകും. പപ്പ ഇതിനൊക്കെ സപ്പോർട്ട് തന്നെ. ഞങ്ങളപ്പ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കും മീൻസ് ഒരു വലിയൊരു എയിമിലോട്ട് വെച്ച് ഞാൻ അതിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ എയിം എന്ന് പറയുന്നത് ആർമി ഓഫീസർ ആവണമെന്നാണ്. അപ്പോൾ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ് അതിൽ ചേരാനായിട്ട്. എനിക്കൊരു ജോലി എടുത്തിട്ട് ഇവിടെ സെറ്റിൽഡ് ആവണമെന്നാണ് ആഗ്രഹം. ഫുട്ബോൾ വഴി ഒരു ജോലിക്ക് പോകണമെന്ന് തന്നെ ആഗ്രഹം. അതായത് കളിച്ച് ഒരു ക്ലബിൽ കയറി, അതായത് ഒരു അസോസിയേഷൻ വഴി അങ്ങനെ കയറി ഒരു ജോലി പോകണമെന്നാണ് ആഗ്രഹം. മെർച്ചന്റ് നേവി താല്പര്യമുണ്ട്. മെർച്ചന്റ് നേവിയിൽ പോകാനാണ് നല്ല താല്പര്യം. എനിക്ക് എൻ്റെ വീട്ടിൽ ജോയിന്റ് ഫാമിലി ആയിട്ട് ഇരിക്കണമെന്നാണ് താല്പര്യം. സോ എനിക്ക് അതിനെ കളയാൻ
മീൻസ് എല്ലാവരും എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും ഒരു വീട്ടിൽ ഇരുന്ന് താമസിക്കണം. മീൻസ് പൊഴിയൂർ തന്നെ താമസിച്ച് ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് താല്പര്യം. ജോലി വാങ്ങി ഇവിടെ സെറ്റിലായി ഇവിടെ ആയിരിക്കണം. ഇവിടെയല്ലേ ഹാപ്പി.